ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു നല്ല ഹെയർ മാസ്ക് ആണ് കേട്ടോ. ഇത് നമ്മൾ ഒരിക്കലും ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ 3 ദിവസമൊക്കെ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഹെയർ മാസ്ക് ആണ്. പ്രത്യേകിച്ച് വേനൽക്കാലത്ത് എല്ലാവർക്കും മുടി കൊഴിച്ചിൽ കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ വേനൽക്കാലത്തുണ്ടാകുന്ന അധികമായിട്ടുള്ള മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും മുടി കൊഴിഞ്ഞു പോയ ഭാഗത്തൊക്കെ പുതിയ മുടി വളരാനും പിന്നെ മുടിയുടെ ഡ്രൈനെസ് മാറ്റാനും സ്പ്ലിറ്റൻസ് മാറ്റാനും മുടി പൊട്ടിപ്പോകുന്നത് തടയാനും ഒക്കെ ഒരുപാട് സഹായിക്കുന്ന ഒരു മാസ്കാണിത്. വെറും 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് ഈ ഒരു ഹെയർ പാക്ക് തയ്യാറാക്കാൻ. ആ ഇൻഗ്രീഡിയൻസ് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാവുന്നതുമാണ്. അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കാതെ വേഗം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു ഹെയർ മാസ്ക് തയ്യാറാക്കാൻ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഉലുവയാണ്. പുതിയ മുടി വളരാനും മുടി കൊഴിച്ചിൽ മാറാനും താരൻ്റെ പ്രശ്നം മാറാനും ഒക്കെ ഒരുപാട് നല്ലതാണ് ഉലുവ. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഉലുവയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇനി ഞാനിതിവിടെ വെള്ളം ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ആ എടുത്തു വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഉലുവ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് വെള്ളം വേണ്ട കേട്ടോ, കാരണം ഇത് ഹെയർ മാസ്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് മതി അപ്ലൈ ചെയ്യാൻ. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 10 മിനിറ്റ് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ 1 കപ്പ് വെള്ളം 1/2 കപ്പ് വെള്ളമായിട്ട് വരും. അപ്പോൾ അത്രയും വെള്ളത്തിൻ്റെ ആവശ്യമേ നമുക്കുള്ളൂ. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 10 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെക്കാതിരിക്കുക, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇപ്പോൾ ഉലുവയുടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ആ ഒരു വെള്ളത്തിൻ്റെ കളർ വരെ മാറിയിട്ടുണ്ട്. ഉലുവയുടെ ആ ഒരു മഞ്ഞ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് തണുക്കാനായിട്ട് വയ്ക്കാം. തണുക്കാൻ വയ്ക്കുന്ന സമയത്ത് നിങ്ങളിതെപ്പോഴും അടച്ചു വയ്ക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ തുറന്ന് വയ്ക്കുമ്പോൾ ആ ഒരു ആവിയിൽ നമുക്ക് ഗുണം കുറച്ചും കൂടെ നഷ്ടമായി പോകും. അതുകൊണ്ട് തന്നെ അടച്ചു വെച്ചിട്ട് തണുക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഉലുവയുടെ വെള്ളം അങ്ങനെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. നമുക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് കിട്ടേണ്ടത്. അപ്പോൾ അത് അരഞ്ഞു കിട്ടാൻ പാകത്തിന് വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. നല്ല കട്ടിയിൽ തന്നെ തേങ്ങാപ്പാൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഈ 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ മാസ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഉലുവയുടെ വെള്ളം അരിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു പാത്രം എടുത്തു. ഒരു അരിപ്പയും വെച്ച് ഉലുവയുടെ വെള്ളം മാത്രമായിട്ട് അരിച്ചെടുക്കുകയാണ്. പിന്നെ ഈ ബാക്കി വന്നിട്ടുള്ള ഉലുവ കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് നിങ്ങൾക്ക് പിറ്റേ ദിവസം ഒരു ഹെയർ പാക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ഉലുവയുടെ വെള്ളത്തിലേക്ക് തേങ്ങാപ്പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഹെയർ മാസ്ക് ഒക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം.
ഇതിൽ നമ്മൾ തേങ്ങാപ്പാൽ ചേർത്തത് കൊണ്ട് തന്നെ ആ ഒരു എണ്ണമയം നമ്മുടെ മുടിക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ ഒരുപാടായിട്ട് എണ്ണ തേക്കേണ്ട ആവശ്യമില്ല. എന്നാലും നമ്മുടെ സ്കാൽപ്പിൽ ചെറുതായിട്ടൊന്ന് എണ്ണ തൊട്ട് തേക്കുന്നത് നല്ലതാണ്. എണ്ണയൊക്കെ തേച്ച് 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു ഹെയർ മാസ്ക് നിങ്ങൾ കുറേശ്ശെയായിട്ട് എടുത്തിട്ട് അപ്ലൈ ചെയ്യുക. ആദ്യം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ സ്കാൽപ്പിലാണ്. അപ്പോൾ തലയോട്ടിയിൽ നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കുക. മസാജ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല, നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് മുടിയിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സ്കാൽപ്പിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതിയെങ്കിൽ അങ്ങനെ മാത്രം ചെയ്താലും മതി കേട്ടോ. മുടിയിലേക്ക് ചെയ്ത് കൊടുക്കണം നിർബന്ധമില്ല. പക്ഷെ മുടി പൊട്ടിപ്പോകുന്ന ഡ്രൈ ആയിട്ടുള്ള മുടി, സ്പ്ലിറ്റൻസ് ഉള്ളവരൊക്കെ മുടിയിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. എന്നാൽ ആ പ്രശ്നങ്ങൾക്കൊക്കെ മാറ്റം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഹെയർ മാസ്ക് ഇങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. ഇത് തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അരമണിക്കൂറിന് ശേഷം കുളിക്കുന്ന സമയത്ത് വെറും വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകി കളയുക. ഇങ്ങനെ നിങ്ങൾ ആഴ്ചയിൽ 2 ദിവസം യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മുടിക്ക് നല്ല മാറ്റം വരും. മുടി വളർച്ച കൂടും, പുതിയ മുടികൾ വളരാനും മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും സ്പ്ലിറ്റൻസ് ഒക്കെ മാറാനും ഡ്രൈ ആയിട്ടുള്ള മുടിയൊക്കെ മാറാനും ഒക്കെ ഒരുപാട് സഹായിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും മറക്കാതെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയാൽ അതെന്തായാലും കമൻറ്റിലൂടെ അറിയിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്